പ്രകൃതിയുടെയും മനുഷ്യ മനസ്സിൻ്റെയും വ്യത്യസ്ത ഭാവങ്ങൾ ക്യാൻവാസിലാക്കി UAE-യിലെ ചിത്രകലാരംഗത്തെ പ്രമുഖരായ നന്ദൻ കാക്കൂറും ലൗലി നിസാറും. ഇരുവരുടെയും ഫ്യൂസ് ഓഫ് സൈക്സ് എന്ന ചിത്ര പ്രദർശനത്തിന് ദുബായിൽ തുടക്കമായി. പ്രകൃതിയുടെയും മനുഷ്യ മനസ്സിൻ്റെയും വിവിധ ഭാവങ്ങൾ മാത്രമല്ല, ആരും കാണാതെ പോയ സൗന്ദര്യം കൂടിയാണ് ഫ്യൂസ് ഓഫ് സൈക്സിലെ ഓരോ ചിത്രവും. പ്രശസ്ത കലാകാരൻ നന്ദൻ കാക്കൂരിൻ്റെയും എഴുത്തുകാരിയും ഗായികയുമായ ലൗലി നിസാറിൻ്റെയും വ്യത്യസ്തമായ 50ഓളം സൃഷ്ടികളാണ് ആസ്വാദകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ദുബായ് സിലിക്കൺ ഒയാസിസിലെ സർവകലാശാല ട്രെയിനിങ് സെന്റർ അങ്കണത്തിലാണ് ചിത്ര പ്രദർശനം. പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ ആവിഷ്കരിക്കാനാണ് നന്ദൻ ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ ചുറ്റുപാടുകളാണ് എന്നെ ഇങ്ങനെ ഈ പ്രകൃതിയോട് വല്ലാതെ അടുപ്പിച്ചത്. ഞാൻ ജീവിച്ചിരുന്ന ചുറ്റുപാടൊക്കെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ ഒരു ചുറ്റുപാടാണ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് അത് എന്ന് വരച്ചു വെക്കണമെന്നും, അതുപോലെ തന്നെ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒരു സാധനമല്ല പച്ചപ്പ് എന്ന് പറയുന്നത്. അത് വരണ്ട ഭൂമിയിൽ നമുക്ക് മാനസിക ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ പച്ചപ്പിനെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. അത് ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തി എന്നുള്ളതാണ് സത്യം. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും സ്ത്രീകൾ നേരിടുന്ന സ്വത്ത് പ്രതിസന്ധിയും വരകളിലൂടെ ആസ്വാദകരിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ലൗലി നിസാർ പറഞ്ഞു. ചിത്രപ്രദർശനം എന്ന് പറഞ്ഞ് നടത്തണം എന്ന് ആഗ്രഹിച്ച് UAE-യിൽ വന്നിട്ട് ഞാനിപ്പോൾ ഒരു 8 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് സൗദിയിലായിരുന്നു. അപ്പോൾ ഈ നടത്തണം എന്ന് ആദ്യം വന്ന സമയം തൊട്ടേ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സർവകലാശാലയിലാണ് എനിക്കിതിനൊരു അവസരം കിട്ടിയത്. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. ഓരോന്നും ഓരോ കവിത പോലെ തന്നെ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഞാനത് വരച്ച് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 9:30 വരെ പ്രദർശനം കാണാം. ജനം, ദുബായ്.